ഹായ് 2025 മൈ ഡ്രീം മൈ ഇയർ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2. ഡേ 1 എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിർത്തിയിട്ട് ഒന്ന് ഡേ 1 വീഡിയോ പോയിട്ട് കാണുക, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക, എല്ലാം എഴുതുക, തിരിച്ച് ഡേ 2ലേക്ക് വരിക. ഡേ 1 വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിലേക്ക് ഇട്ടേക്കാം. ഡേ 1 കംപ്ലീറ്റ് ചെയ്തവർക്ക് കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് എഴുതുമ്പോഴുള്ള ഫീല്? കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹായ്, എൻ്റെ പേര് ശാലിനി, ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്, ഹോപ്പ് നബ്ന സർട്ടിഫൈഡ് ഹീലറാണ്. എന്നാൽ നമുക്ക് ഡേ 2 ചലഞ്ച് തുടങ്ങിയാലോ? നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മളുടെ കണ്ണുകളിലൂടെ, അതായത് നമ്മളുടെ മനസ്സ് എന്ന ലെൻസുകളിലൂടെയാണ്. ഡേ 1 എഴുതിയ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് ഇന്നലെ വന്ന ലക്ഷ്യങ്ങൾ മാത്രമല്ലല്ലോ. ഇത് വർഷങ്ങളായി അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ അത് നമുക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. നമ്മളെ പുറകിലേക്ക് വലിച്ച, അതായത് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നേടാൻ സാധിക്കാതെ നമ്മളെ പുറകിലേക്ക് വലിച്ച കുറച്ച് ചിന്തകളും വിശ്വാസങ്ങളും ഉണ്ട് അല്ലെ? ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾക്ക് ഈ ലക്ഷ്യം നേടാൻ സാധിക്കാതിരുന്നത്. എന്താണ് ആ നെഗറ്റീവ് ചിന്തകൾ? എന്താണ് ആ നെഗറ്റീവ് വിശ്വാസങ്ങൾ? അതിനെ തകർത്തെറിയാതെ നമുക്ക് ഈ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതിയാലോ? എന്താണ് എന്നെ അല്ലെങ്കിൽ നിങ്ങളെ പുറകിലേക്ക് വലിച്ച് ഈ ലക്ഷ്യങ്ങളിലേക്ക് നേടാൻ സാധിക്കാതെ നമ്മളെ പിടിച്ചു നിർത്തിയ ആ ചിന്തകൾ, ആ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇന്ന് എഴുതേണ്ടത്. ഉദാഹരണമായി, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കില്ല, ഞാൻ തീർത്തും പരാജയമാണ്, എല്ലാം ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ എനിക്ക്, എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല, എന്നെ ആർക്കും മനസ്സിലാകില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഭാഗ്യമെന്നൊന്നും എനിക്കില്ല. ഇതൊക്കെ നെഗറ്റീവ് വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെയാണ്. ഈ ചിന്തകളും വിശ്വാസങ്ങളും അല്ലേ നമ്മുടെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ നിർത്തുന്ന, സ്റ്റക്കാക്കുന്ന ഈ ചിന്തകൾ, ഈ വിശ്വാസങ്ങൾ തകർത്തെറിയണ്ടേ നമുക്ക്? ഇതല്ലേ നമ്മൾ മാറ്റേണ്ടത് ആദ്യം. ഇത് എഴുതുക എന്ന് മാത്രമല്ല നമ്മളുടെ ഇന്നത്തെ ചലഞ്ച്. കാരണം ഇത് എഴുതുന്നതോടുകൂടി നമുക്കറിയാം, നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും നമ്മളുടെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന വിശ്വാസങ്ങൾ, ചിന്തകളൊക്കെ എന്തൊക്കെയാണെന്ന്. പക്ഷെ അതിന് നേരെ തന്നെ നമ്മൾ ഈ ചിന്തകളല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മളെ മുന്നിലേക്ക് പോകാൻ, മുന്നിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ എനർജി നമുക്ക് തരുന്ന ചിന്തകൾ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചിന്തകളാണ് നമുക്ക് വേണ്ടത്. അതെന്തായിരിക്കും? പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായ വിശ്വാസങ്ങൾ എഴുതുമ്പോൾ ഈ പ്രശ്നങ്ങൾ എന്ന് ഉള്ളത് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. എൻ്റെ കാര്യങ്ങൾ എല്ലാം ദിവസേന മികച്ചതായിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറയുന്നത്. അതായത് നമ്മളവിടെ നെഗറ്റീവായിട്ടുള്ള യാതൊരുവിധ സ്റ്റേറ്റ്മെന്റ്സോ വാക്കുകളോ ഒന്നും നമ്മളവിടെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വേണം നമ്മൾ പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ എഴുതാൻ. ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, ഞാനൊരു പരാജിതനാണ് അല്ലെങ്കിൽ ഞാനൊരു പരാജിതയാണ് എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും വിജയിക്കും എന്നാക്കിയാലോ? അതായത് ഈ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരു 10 തവണ ഓരോന്നും പറയാൻ ശ്രമിക്കുക. പറയുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയേണ്ടത്. അതായത് യെസ്, എന്തെങ്കിലും ഒരു മാനറസ് ഉപയോഗിക്കുക. അതായത് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന എന്ത് മാനറസം വേണമെങ്കിലും ഉപയോഗിക്കാം. യെസ്, എൻ്റെ കാര്യങ്ങളെല്ലാം ദിവസേന മികച്ചതായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം, സംതൃപ്തിയൊക്കെ നമ്മളുടെ വാക്കുകളിൽ കൊണ്ടുവരണം. എന്നാലാണ് നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ അതൊക്കെ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്തോ പോലെ തോന്നും. പക്ഷെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കണമെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം. ദിവസേന ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ വിശ്വാസങ്ങൾ 10 തവണ. നിങ്ങൾ വിശ്വാസം കൂടുതൽ അടിയുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്നും 10 തവണ വീതം പറഞ്ഞിട്ട് വേണം രാവിലെ നിങ്ങൾ ഇറങ്ങാൻ. അപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു എനർജി വരും. അത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. എനർജി, സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇന്നലെ എഴുതിയില്ലേ, അതെല്ലാം നമ്മൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഇന്നത്തെ ടാസ്ക്, ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നെഗറ്റീവായിട്ട് നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന എല്ലാ ലിസ്റ്റും എഴുതുക. ആലോചിച്ചിട്ട് എഴുതുക. സമയമുണ്ട്, നമുക്ക് ഒരു ദിവസം തന്നെയുണ്ട്. എഴുതുക. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് എന്താണോ നമുക്ക് പോസിറ്റീവായിട്ട് വേണ്ടത് അതും എഴുതുക. പ്രത്യേകം ഓർക്കുക, നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിക്കരുത്. ഡേ 2 ചലഞ്ച് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, കമൻ്റായിട്ട് എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാറി ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക്, സ്വയം മാറാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ സീരീസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.